മനോഹരമായ ഈ പൂക്കൾക്ക് പിന്നിൽ നീണ്ടൊരു കാത്തിരിപ്പിന്റെ കഥയുണ്ട്. ഫിൻലൻഡിലെ ചെറിയൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന കുഞ്ഞു കുടുംബം. ഇലകളെല്ലാം മഞ്ഞയും ചുവലയുമായി കൊഴിഞ്ഞു വീഴുന്ന ശരത്കാലത്തിലെ തണുപ്പുള്ള ഒരു വൈകുന്നേരം. ഇനി വരാനിരിക്കുന്ന നീണ്ട ശൈത്യകാലത്തിനു മുമ്പായി ദേശാടനത്തിന് പോകുന്ന കിളികളോടൊക്കെ യാത്ര പറഞ്ഞ് അച്ഛനും അമ്മയും മകളും കൂടി വീട്ടുവളപ്പിൽ തുലിപ് ബൾബുകൾ നടുകയാണ്. ദേശാടനമൊക്കെ കഴിഞ്ഞ് വസന്തകാലത്ത് അവർ തിരികെ എത്തുമ്പോൾ നിറയെ പൂക്കളുമായി അവരെ സ്വീകരിക്കണമെന്ന ചിന്തയോടെ ആ കൊച്ചുമകൾ ഓരോരോ ബൾബുകൾ നട്ടു തുടങ്ങി. അവൾ നട്ട ഈ ബൾബുകളെല്ലാം ഇനി മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ് വരാനിരിക്കുന്ന വസന്തകാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങും. പിന്നീട് ശൈത്യകാലത്തിന്റെ അവസാനത്തോടു കൂടി സൂര്യന്റെ ആദ്യ കിരണം ഏൽക്കുമ്പോൾ തന്നെ ഇവയെല്ലാം ഉണരും. അങ്ങനെ നീണ്ട കാലത്തെ അതികഠിനമായ തണുപ്പിനെയും മഞ്ഞിനെയും ഒക്കെ അതിജീവിച്ച് അവയെല്ലാം തളിർത്ത് കിളിർത്ത് മുട്ടിട്ടപ്പോൾ മൂവർക്കും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. ഓരോ ചെടികളിലെയും മുട്ടുകൾ വ്യത്യസ്തമായിരുന്നു. പിന്നീട് അങ്ങോട്ട് മുട്ടുകളെല്ലാം വിരിഞ്ഞ് പൂവാകുന്നതിന്റെ കാത്തിരിപ്പായി. അങ്ങനെ കാത്തിരുന്ന് അവസാനം ദാ പൂക്കളെല്ലാം വിരിഞ്ഞിരിക്കുകയാണ്. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ഇത്രയും നാൾ മണ്ണിനടിയിൽ ഉറങ്ങിക്കിടന്ന ഇവയിലാണ് ഇത്ര നല്ല പൂക്കൾ ഉണ്ടായത്. അങ്ങനെയാണ് ചില മനോഹരമായ കാര്യങ്ങൾ വളരുവാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അങ്ങനെ താൻ നട്ടു വളർത്തിയ ചെടികളിലെ മനോഹരമായ പൂക്കൾ കണ്ടിട്ട് അവരുടെ ആ കുഞ്ഞു മകൾ ഇങ്ങനെ പറഞ്ഞു.